കാനായിലെ കല്യാണ വിരുന്നാണ് ഇന്നത്തെ വചനഭാഗം. എന്താണ് കാനായിലെ അത്ഭുതം എന്ന ചോദ്യത്തിന് നമ്മളെല്ലാവരും ഒറ്റയടിക്ക് പറയും വെള്ളം വീഞ്ഞായതാണ്. പക്ഷെ ശരിക്കും മനസ്സിരുത്തി ധ്യാനിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പുതിയ വീഞ്ഞ് കരുതി വെച്ചതാണ് ശരിക്കും ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ജീവിതത്തില് ഈ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം, നമ്മുടെ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ ഒരു പുതിയ വീഞ്ഞ് കരുതുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സാധാരണ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും, പിന്നെ അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. നീ ഇതുവരെയും പുതിയ വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിചാരകന്റെ ഒരു അത്ഭുതത്തെ കുറിച്ചുള്ള അവന്റെ ഒരു കുറിപ്പ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും. ഇപ്പൊ നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര സൂപ്പറായിട്ട് ചെയ്യണേ, പിന്നെ പോകെ പോകെ അതിങ്ങനെ ആവർത്തനമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ലൈഫിൽ വേണ്ടത് എപ്പോഴും ഈ ഒരു പുതിയ ആദ്യം ഉണ്ടായ സ്നേഹം എപ്പോഴും ഉണ്ടാവണം. ഒരു കാര്യം ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായ ഒരു തീഷ്ണത, ആദ്യം പഠിക്കാൻ പോയപ്പോ, ആദ്യം ജോലിക്ക് പോയപ്പോ, വിവാഹത്തിന്റെ ആദ്യ നാള്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എന്ത് കാര്യത്തിന്റെ ആദ്യം ഉണ്ടാകുന്ന ഒരു തീഷ്ണത, ആ ഒരു അതിനോടുണ്ടായിരുന്ന ഒരു മമത, അതിനോടുണ്ടായിരുന്ന സ്നേഹം, അതിനെ ഒരുപടി കൂടുതൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നിടത്താണ് ജീവിത അത്ഭുതമാണത്. ഒരു കലാകാരന്റെ ഒരിക്കലും അവന്റെ മരണം വരെ അവന്റെ മാസ്റ്റർ പീസ് വരയ്ക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് അവൻ മാസ്റ്റർ പീസ് വരയ്ക്കണോ അന്ന് അവൻ തീർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സ്നേഹിച്ച് തീരരുത്. ഇന്ന് സ്നേഹിച്ചതിനേക്കാൾ ഒരുപടി കൂടുതൽ സ്നേഹിക്കാൻ, ഇന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരുപടി കൂടുതൽ പ്രാർത്ഥിക്കാൻ, ഇന്ന് നമ്മൾ ജീവിച്ചതിനേക്കാൾ ഒരുപടി കൂടുതൽ നന്നായി ജീവിക്കാൻ തോന്നുന്നിടത്താണ് വളർച്ച ഉണ്ടാവുന്നത്. അവിടെയാണ് അത്ഭുതം ഉണ്ടാവുന്നത്. അത്ഭുതത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.